എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുട്ടികളെ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഇന്ന് 10ാം ക്ലാസ്സിലെ CBSE സിലബസ് റിയൽ നമ്പേഴ്സ് എന്ന പോർഷനാണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലെ റിയൽ നമ്പേഴ്സ്. ഞാൻ എൻ്റെ ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്ക് കണക്കിന് അങ്ങനെ ഇതുണ്ട്. കണക്കിന് ഫുൾ നല്ല ആക്യുറസി ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അശ്രദ്ധ ഉണ്ടെങ്കിൽ അതുപോലെ തെറ്റുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, കേട്ട് മനസ്സിലാക്കി കണക്ക് ചെയ്ത് എല്ലാ എക്സർസൈസിലെ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ആ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ക്ലാസ്സുകൾ തുടരുന്നതാണ്. ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക. റിയൽ നമ്പേഴ്സ് 10ാം ക്ലാസ്സിലെ പോർഷനാണ് റിയൽ നമ്പേഴ്സ്. നമുക്ക് ചുരുക്കത്തിൽ റിയൽ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ചാർട്ട് പോലെ വരച്ചിട്ട് എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. റിയൽ നമ്പേഴ്സ് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. റിയൽ നമ്പേഴ്സിന് റിയൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ നോക്കാം. റിയൽ നമ്പേഴ്സിനെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും ആയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് P/Q ഫോം. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. Q not equal to 0. അതാണ് റാഷണൽ നമ്പേഴ്സ്, P/Q ഫോം. ഇറാഷണൽ എക്സാമ്പിൾ √2, √3, 2√5 എക്സെട്ര. റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ്, ഈ റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ആക്കാം. റാഷണൽ നമ്പേഴ്സിനെ ഇൻറ്റിജേഴ്സ് എന്നും നോൺ ഇൻറ്റിജേഴ്സ് എന്നും. ഇൻറ്റിജേഴ്സ്, നോൺ ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. 0, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ്. നോൺ ഇൻറ്റിജേഴ്സ് ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷൻസ്. എക്സാമ്പിൾ 1/2, 3/5, 4/7 എക്സെട്ര. ഈ ഇൻറ്റിജേഴ്സിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ആക്കാം. എങ്ങനെ? ഇൻറ്റിജേഴ്സിനെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഒന്നും, ഇതിനെ ഇങ്ങോട്ട് മാറ്റും. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഒന്നും 0യും പോസിറ്റീവ് ഇൻറ്റിജേഴ്സും. അതായത് അതിനെ നമ്മൾ എന്ത് പറയും? 0യും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. ഹോൾ നമ്പേഴ്സ്. ഈ ഹോൾ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ആക്കാം. എങ്ങനെ? 0 അങ്ങ് മാറ്റിയാൽ മതി. നാച്ചുറൽ നമ്പേഴ്സ്. 0 ഇങ്ങോട്ട് മാറ്റുക. 0 ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് 1, 2, 3 എക്സെട്ര. നമുക്കൊന്നുകൂടി ആ ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം. എന്നിട്ട് റിയൽ നമ്പേഴ്സിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ പഠിക്കുവാണെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. റിയൽ നമ്പേഴ്സ് 10ാം ക്ലാസ്സിലെ പോർഷനാണ് റിയൽ നമ്പേഴ്സ്. ക്ലാസ്സുകൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളും ഈ ചാർട്ടൊക്കെ വരച്ച് നോക്കുക. ഈ റിയൽ നമ്പേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം.
അതായത് റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് മീൻസ് P/Q form, where P and Q are integers and Q not equal to 0. അതാണ് റാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ മീൻസ് √2, √3, √7 etc. എക്സാമ്പിൾ. ഈ റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ആക്കാം. എങ്ങനെ? ഇന്റിജേഴ്സ് എന്നും നോൺ ഇന്റിജേഴ്സ് എന്നും. ഇന്റിജേഴ്സും ഇന്റിജേഴ്സ് അല്ലാത്തവ. നോൺ ഇന്റിജേഴ്സ് മീൻസ് ഫ്രാക്ഷൻസ് 1/2, 3/4 etc. Integers means 0 positive numbers and negative numbers. Integers 0 positive numbers and negative numbers. Once then integers can be split up into two: negative integers integers, 0 and positive integers. We call them whole numbers. 0 and positive integers. This whole numbers we can split up into two, that is 0 and natural numbers 1, 2, 3 etc. 0 positive 0 ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തു. Natural numbers 1, 2, 3, 4 etc. 1, 2, 3, 4 etc. ഈ ചാർട്ട് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് റിയൽ നമ്പേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q form, where P and Q are integers and Q not equal to 0. ഇറാഷണൽ നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് √2, √3, √7 etc. ഈ റാഷണൽ നമ്പേഴ്സിനെ വീണ്ടും സ്പ്ലിറ്റ് അപ്പ് ആക്കുന്നു ഈ ചാർട്ടില്. അതായത് ഇന്റിജേഴ്സ് എന്നും നോൺ ഇന്റിജേഴ്സ് എന്നും. നോൺ ഇന്റിജേഴ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷൻസ് ആണ്. 1/2, 3/4, 7/10 etc. ഇന്റിജേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 0 പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് etc. ഈ ഇന്റിജേഴ്സിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. നെഗറ്റീവ് ഇന്റിജേഴ്സ് എന്നും 0 പോസിറ്റീവ് ഇന്റിജേഴ്സ്, അതായത് ഹോൾ നമ്പേഴ്സ്. 0 and positive integer are known as whole numbers. ഈ ഹോൾ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 0 ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 etc. നിങ്ങളിത് വീട്ടിൽ നിന്ന് തനിയെ ഇത് നല്ലതുപോലെ പഠിച്ചിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ആക്കി നോക്കണം. വൺസ് മോർ. Real numbers can be split up into two: rational numbers and irrational numbers. Rational numbers of the form P/Q, where P and Q are integers and Q not equal to 0. The rational numbers, example √2, √3, √7 etc. This rational numbers again split up into two: integers and non-integers. Integers means 0 positive numbers and negative numbers. Group of positive numbers, negative numbers and 0 are called integers. Non-integers means fractions, example 1/2, 3/4, 7/10 etc. Then again these integers can be split up into two: negative integers and 0 positive integers. 0 positive integers are together known as whole numbers. Again whole numbers are split up into two, that is 0 and 1, 2, 3, 4 etc. That is 1, 2, 3, 4 etc. called natural numbers. All these together are known as real numbers.
എക്സാമ്പിൾ ഇന്നിവിടെ പറഞ്ഞേക്കാം. റാഷണൽ നമ്പേഴ്സ്. What do you mean by rational numbers? P by Q, where of the form P by Q, where P and Q are integers and Q not equal to 0. Irrational example നോക്കാം നമുക്ക്. Rational numbers √2, √3, √5, etc. Integers എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Integers 0, all positive numbers and negative numbers. Together we call them as integers. Whole numbers 0, 1, 2, 3, 4, etc. Natural numbers or counting numbers. Natural numbers or counting numbers 1, 2, 3, 4, etc. Rational numbers P by Q, where P, Q are integers and Q not equal to 0. Rational numbers √2, √3, √5, etc. Example, integers 0, positive numbers and negative numbers. Together we call them integers. Whole numbers 0, 1, 2, 3, 4, etc. Natural numbers or counting numbers 1, 2, 3, 4, etc. ഇത്രയുമാണ് നമ്മളിന്ന് നമ്പറിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി നമ്പേഴ്സിന്റെ പ്രത്യേകതകളെ പറ്റി പഠിക്കാം. നമ്പേഴ്സ് പ്രൈം numbers which have, what do you mean by prime numbers? Prime numbers അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം മലയാളത്തിൽ. അഭാജ്യ സംഖ്യകൾ. Numbers which have 1 and itself are factors of that number. For example, 2ന്റെ ഫാക്ടേഴ്സ് ഏതെല്ലാം? 1ഉം 2ഉം. 1ന്റെയും 2ന്റെ മാത്രം ടേബിൾ എഴുതിയാലേ 2 കിട്ടത്തുള്ളൂ. Therefore 2 is the lowest prime number. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലോവസ്റ്റ് പ്രൈം നമ്പർ 2. The number 1 is neither prime nor composite. 2 is the lowest prime number. That is, what is a prime number? അല്ലെ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഘടകങ്ങൾ ഒന്നും ആ നമ്പർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. 7 അതിന്റെ ഘടകങ്ങള് 1ഉം 7ഉം മാത്രം. നെക്സ്റ്റ് 5 അതിന്റെ ഘടകങ്ങള് 1ഉം 5ഉം. 1ന്റെ 5ന്റെ മാത്രം ടേബിൾ ചെല്ലി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലിയാലേ 5 കിട്ടത്തുള്ളൂ. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ഹാവ് 1 and itself are its factors. ഘടകങ്ങൾ, അതിന്റെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങൾ. ഉദാഹരണം നോക്കാം. 11, 1 and 11 are its factors. വേറെ ഉദാഹരണം നോക്കാം. 13, 1ഉം 13ഉം മാത്രം ഉള്ളു ഇതിന്റെ ഫാക്ടേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. The numbers 1 and itself are the factors. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. നെക്സ്റ്റ് അടുത്തായിട്ട് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മലയാളം ഭാജ്യ സംഖ്യകൾ. കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യ സംഖ്യകൾ. അതായത് 4ന്റെ ഫാക്ടേഴ്സ് ഏതാ? 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 2ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 4ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും. ഇത് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. അതായത് നമ്പേഴ്സ് which have
മോർ ദാൻ ടു ഫാക്ടേഴ്സ്. മോർ ദാൻ ടു ഫാക്ടേഴ്സ്, രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. ആർ കോൾഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ, രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ്. നമ്പേഴ്സ് വിച്ച് ഹാവ് മോർ ദാൻ ടു ഫാക്ടേഴ്സ്. പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ ആ സംഖ്യയും വണ്ണും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരത്തുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സ്, അഭാജ്യസംഖ്യകൾക്ക് വേറെ എക്സാമ്പിൾ എഴുതാലോ. 6 1ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 2ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും, 3ന്റെ ടേബിൾ എഴുതിയാൽ കിട്ടും 6. Therefore it is a composite number. More than 2 factors, രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ. ഇവിടെ 4 ഘടകങ്ങളുണ്ട്. കോമ്പോസിറ്റ് നമ്പർ. നെക്സ്റ്റ് 8 1 2 4 and 8. ഇതാണ് ഫാക്ടേഴ്സ്. 8ന്റെ ഫാക്ടേഴ്സ്, 8ന്റെ ഘടകങ്ങൾ. 9 1 3 9. മോർ ദാൻ 2 ഫാക്ടേഴ്സ്, രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ കിട്ടുന്നുണ്ട്. 10 1ന്റെ ടേബിൾ ഏരിയ കിട്ടും, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏരിയ കിട്ടും, 5ന്റെ ഏരിയ കിട്ടും, 10ന്റെ ഏരിയ കിട്ടും. there are 4 ഫാക്ടേഴ്സ്, 4 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ. numbers which have the factors as 1 and itself. ഒന്നും ആ നമ്പർ സെയിം are called prime numbers. Prime numbers. Then the smallest prime number is 2. The smallest prime number is 2. 1 is the number 1 is neither prime nor composite. 1 എന്ന് പറയുന്ന സംഖ്യ കോമ്പോസിറ്റ് നമ്പർ അല്ല, പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അതിൽ പെടുന്നില്ല. പ്രൈം നമ്പേഴ്സ് അഭാജ്യസംഖ്യകൾ രണ്ട് ഘടകങ്ങളെ കാണത്തുള്ളൂ. അതായത് 5 is a prime number. 5 the factors are 1 and 5. 7 is another prime number. 1 and 7 factors. 1ന്റെ 7ന്റെ ടേബിൾ മാത്രം ചൊല്ലിയാലേ കിട്ടത്തുള്ളൂ ഫാക്ടേഴ്സ്. 3 പ്രൈം നമ്പർ അഭാജ്യസംഖ്യകൾ. നെക്സ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ മലയാളം എന്താന്ന്? ഭാജ്യസംഖ്യകൾ. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് which have more than 2 factors. രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകും, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. എക്സാമ്പിൾ 4 1 2 4 ആണ് അതിന്റെ ഫാക്ടേഴ്സ്. 6 1 2 3 and 6. ഇതിന് 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടേഴ്സ് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് വന്നാൽ കോമ്പോസിറ്റ് നമ്പർ ആണ്, ഭാജ്യസംഖ്യയാണ്. പിന്നെ 8 1 2 4 8 ഫാക്ടേഴ്സ്, രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ നമ്പേഴ്സ് വിച്ച് ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ളതിനെ നമ്മൾ
കോമ്പസിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 4-ന് 1 2 4 ഫാക്ടേഴ്സ് രണ്ടിൽ കൂടുതലുണ്ട്. 6 1 2 3 6 ഫാക്ടേഴ്സ്. 8-ന് 1 2 4 and 8 ഫാക്ടേഴ്സ്. Next, write the composite numbers and prime numbers up to 25. 25 വരെയുള്ള പ്രൈം നമ്പേഴ്സും കോമ്പസിറ്റ് നമ്പേഴ്സും നമുക്ക് നോക്കാം. പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ. പ്രൈം നമ്പേഴ്സ് അപ് ടു 25. കോമ്പസിറ്റ് നമ്പേഴ്സ്. Prime numbers 2 3 5 7 11 13 17 19 23. നെക്സ്റ്റ് കോമ്പസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 25 വരെ ഉള്ളത് കോമ്പസിറ്റ് നമ്പേഴ്സ് 4 6 8 9 10 12 14 15 16 18 20 21 22 24 including 25 up to 25 വരെ. ഇത് 25 വരെയുള്ള കോമ്പസിറ്റ് നമ്പേഴ്സ്. ഇത് പ്രൈം നമ്പേഴ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈം നമ്പേഴ്സ് ടു 25, ദാറ്റ് ഈസ് 2 3 5 7 11 13 17 19 ആൻഡ് 23. നെക്സ്റ്റ് കോമ്പസിറ്റ് നമ്പേഴ്സ്. 2 ഫാക്ടേഴ്സിൽ കൂടുതലുള്ളത് 4 6 8 9 10 12 14 15 16 18 20 21 22 24 ആൻഡ് 25. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങൾ LCM എന്ന് കേട്ടിട്ടുണ്ടോ? LCM ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. LCM HCF. LCM ലസാഗു. അതിൻ്റെ മലയാളം ലസാഗു. ഇത് ഉസാഖ. നമുക്ക് find the LCM and HCF of നമുക്ക് ചോദ്യം HCF of 28 and 35. നമുക്ക് നോക്കാം. 28 35. ടൂവിൻ്റെ ടേബിൾ പറ്റില്ല. 3 പറ്റില്ല. 4 പറ്റില്ല. 7 പ്രൈം നമ്പർ. ഇവിടെ പറ്റുന്ന നമ്പർ നോക്കാം. 7 LCM equal to 7 into 7 into 5 equal to
45. Then LCM HCF. Factors നമുക്ക് factors of 28ന്റെ factors അതായത് 1 2 4 7 14 and 28. The factors of 35 എഴുതാലോ. 1 5 7 and 35. ഇതിലെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെ ഇവിടെ വരുന്നത് മാത്രമേ നമ്മൾ HCF ആയിട്ട് എഴുതും. കോമൺ വരണം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. HCF ഓഫ് കോമൺ ആയിട്ട് വരുന്ന ഇതേ ഉള്ളൂ 7. രണ്ടെണ്ണം വന്നിരുന്നെങ്കിൽ അതിൽ കൂടുതലുള്ളത് എടുത്തേനെ HCF. ഇവിടെ ഉള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ, ഇത് എടുക്കൂല. $20, $40 and $10. ഇതിന്റെ HCF-ഉം LCM-ഉം കാണാം. HCF-ഉം LCM-ഉം ഫാക്ടേഴ്സ് എഴുതാം. 1 factors of 20. 1 2 5 1 2 4 5 10 and 20 factors. Factors of 10. Okay, 1 2 5 and 10. The factors of 40. Okay, 1 2 4 5 8 10 20 and 40. ഇനി ഇതിലെ കോമൺ ഫാക്ടേഴ്സ് എഴുതുക. ആദ്യം കോമൺ ഫാക്ടേഴ്സ്, മൂന്നിൻ്റെയും കോമൺ ഫാക്ടേഴ്സ് എഴുതുക. ഏതൊക്കെയാണ്? ഇതിലുണ്ട് 2, ഇതിലുണ്ട് 2, പൊതുവായിട്ട് എല്ലാത്തിലും വന്നത് ഏതൊക്കെയാണ്? 2, പിന്നെയോ ഇതിലില്ല. 5 ഇതിലുണ്ട്, 5 ഇതിലുണ്ട്, 5 ഇതാ ഇതിൽ 5 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്, 5. നെക്സ്റ്റ് ഇതിൽ 10 ഉണ്ട്, ഇതിൽ 10 ഉണ്ട്, ഇതിൽ 10 ഉണ്ട്. 10 common factors. Then the highest common factor is our HCF. HCF is ഏറ്റവും വലിയ വാല്യൂ, അതായത് 10, highest common factor. Factors, then note the common factors. എല്ലാത്തിലും വരുന്ന സംഖ്യകൾ അതിൽ ഏറ്റവും വലുതാണ് highest common factor HCF. Thank you very much for watching my YouTube channel. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങളും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കണമെന്ന്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.